ഈ ഒരു റീൽസ് നിങ്ങളുടെ എല്ലാവരുടെയും ഇൻസ്റ്റഗ്രാം ഫീഡിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ക്യൂട്ടാണ്, എന്ത് ലവിങ് ആയിട്ടുള്ള കപ്പിൾസ് ആണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും. ഫൈൻ, അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ നിങ്ങളൊരു അഡോളസൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു അഡോളസൻസ് ആയിട്ടുള്ള കുട്ടിയുടെ പാരൻസ് ആണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോ കംപ്ലീറ്റ് കാണാനായിട്ട് ശ്രമിക്കുക. ഇതിനകത്ത് പോസ്റ്റ് ഉൾപ്പെടുന്നുണ്ട്. ഗ്രൂമിങ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇതിനകത്ത് നടക്കുന്നതെന്ന് പറയുന്നുള്ള പല വീഡിയോസ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഇതിനെതിരായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇതിൽ ഗ്രൂമിങ് തന്നെയാണ്, ഇതിൽ പോസ്റ്റ് വരാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, ഫൈൻ. പക്ഷേ ഇതിനുള്ള ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റ്, വേറൊരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റൂടെ നമ്മൾ മനസ്സിലാക്കണം. ഈ റീൽസിലൊക്കെ ഒരു പാർട്ട്ണറും 25 years റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അടുത്ത പാർട്ട്ണറും 15 വയസ്സ്. 15 വയസ്സുള്ള കുട്ടി എന്ന് പറയുന്നത് കുട്ടിയാണ്. അത് അഡോളസൻസ് സ്റ്റേജിലുള്ള ഒരു കൗമാര പ്രായക്കാരനോ പ്രായക്കാരിയോ ആകാം. ആ 15 വയസ്സുള്ള കുട്ടിയുടെ തലച്ചോറിൽ പ്രത്യേകതയുണ്ട്. ഈ അഡോളസൻസ് ആയിട്ടുള്ള കുട്ടികളുടെ തലച്ചോറ് എന്ന് പറയുന്നത് ഇമോഷൻ ഭയങ്കര ആക്റ്റീവായിരിക്കും. അതായത് ഈ +2, +1, 10ാം ക്ലാസ്, 6ാം ക്ലാസ്, 7ാം ക്ലാസ്, ഈ ഒരു 6ാം ക്ലാസ് തൊട്ടുള്ള സമയം അല്ലെങ്കിൽ +2 വരെയുള്ള കാലഘട്ടത്തിൽ ടീച്ചേഴ്സ് കുട്ടികളോട് സാധാരണയായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്: നിങ്ങളിപ്പോൾ പ്രേമിക്കേണ്ട സമയമില്ല, നിങ്ങൾക്ക് അത് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രേമിക്കാൻ പറ്റാത്തത് എന്നാരും എന്ത് ചെയ്യുന്നില്ല, ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. കാരണം വേറൊന്നുമല്ല, നിങ്ങൾക്ക് ഇമോഷണലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ബ്രെയിൻ മാത്രമാണുള്ളത്. അല്ലെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, ഇമോഷൻസിനാണ് നിങ്ങളുടെ ബ്രെയിൻ എന്ത് ചെയ്യുന്നത്, അഡോളസൻസിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഭയങ്കര റിസ്കി ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഭയങ്കര ഇമോഷണലി ഭയങ്കര റിയാക്റ്റീവ് ആയിട്ടുള്ള ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്തേണ്ട, അല്ലെങ്കിൽ ഇമോഷണൽ പാർട്ട് ഓഫ് ബ്രെയിനിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന ഒരു കോഗ്നിറ്റീവ് പാർട്ടുണ്ട്. നമ്മൾ ഫ്രോണ്ടൽ ലോബൊക്കെ എന്ന് പറയുന്ന ഒരു ഭാഗം, അതിനകത്ത് പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ, ഇതൊക്കെ ഡെവലപ്പ് ആകണമെങ്കിൽ നിങ്ങൾ ഈ അഡോളസൻസ് കഴിയണം. റിലേഷൻഷിപ്പിലാകുന്നത് തെറ്റല്ല, പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ എത്രത്തോളം അറിയാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് നിങ്ങൾ ഡെവലപ്പ് ആകാത്തൊരു സമയത്ത് ഒരു അഡൾട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. നിങ്ങൾക്ക് 15 വയസ്സുള്ള ഒരു സമയത്ത് 25 വയസ്സുള്ള ഒരു വ്യക്തി നിങ്ങളുടെ അടുക്കേ വന്ന് ഓക്കെ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാകുന്നു. അവിടെ നടക്കാൻ പോകുന്ന ഭയങ്കര ഭീകരമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്, ഈ 25 years ഉള്ള ആള് നിങ്ങളെ ഓവർ പവർ ചെയ്ത്, നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ മാറ്റാനായിട്ടുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഞാൻ റീൽ കണ്ടു. ആ ഇൻഫ്ലുവൻസറുടെ പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ആ ഇൻഫ്ലുവൻസർ തൻ്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന സമയത്ത് ആ ഫ്രണ്ട് പറഞ്ഞൊരു കാര്യമായിട്ടാണ് ആ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഫ്രണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ കുറച്ചും ഏജ് കുറഞ്ഞ ആൾക്കാരെ മാത്രമേ മാരി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ, വേറെ ഒന്നും വേണ്ട, നമ്മുടെ കൺട്രോളിൽ നിൽക്കും, നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. സോ മനസ്സിലാക്കുക, എടാ, നമ്മൾ ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിലും, നമ്മൾ ഒരാളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിലും, നല്ല റിലേഷൻഷിപ്പ് ആളുടെ ഒരു ടോക്സിക് ട്രൈറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ അങ്ങനെ ഒരാൾ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാനിപ്പുലേഷൻ ആണെന്ന് മനസ്സിലാക്കാനും അത് കൺട്രോളിങ് ആണെന്ന് മനസ്സിലാക്കാനും ഒരു ബോധം നമുക്ക് വേണ്ടേ? ആ ബോധം അല്ലെങ്കിൽ ആ ഒരു റിയലൈസേഷനിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഡെവലപ്പ് ആകണം. നമ്മൾ അത്രത്തോളം ആൾക്കാരെ കാണണം, സംസാരിക്കണം, എക്സ്പീരിയൻസ് ഉണ്ടാകണം, പല കാര്യങ്ങൾ പഠിക്കണം. അതിനുള്ള സ്പേസ് എന്ത് ചെയ്യാണ്, അവിടെ ഇല്ലാണ്ടാവുകയാണ്. നിങ്ങളൊരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് മാത്രം എന്ത് ചെയ്യാണ്, ചുരുങ്ങി പൊക്കോണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ലൈഫ് ഭയങ്കര വൈഡായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഒത്തിരി മനുഷ്യന്മാരെ കാണാനുള്ളത്, കുറേ കാര്യങ്ങൾ പഠിക്കാനുള്ളത്, മനസ്സിലാക്കാനുള്ളത്. കുറേ ആൾക്കാരെ കാണുക, കുറേ കാര്യങ്ങൾ പഠിക്കുക, കുറേ കാര്യങ്ങൾ ചെയ്യും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങളുടെ സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത്. ജസ്റ്റ് 25 years ഉള്ള ഒരാൾ വന്ന് 15 years ഉള്ള ഒരാളോട് ഒരു റിലേഷൻഷിപ്പിലാക്കുമ്പോൾ ആ ഒരു 15 years ഉള്ള വ്യക്തിയുടെ ലൈഫാണ് അവിടെ ഇല്ലാണ്ടാകുന്നത്. നിങ്ങളുടെ കൗമാരം നിങ്ങൾ വളരെയേറെ എന്ത് ചെയ്യുക, ആസ്വദിക്കുക. നിങ്ങൾ കുറേ പഠിക്കുക, നല്ല ഫ്രണ്ട്സ് ഉണ്ടാക്കുക, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ബോഡിയെ പറ്റിയിട്ട് മനസ്സിലാക്കുക, നിങ്ങളുടെ ഇമോഷൻസിനെ പറ്റിയിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ ഈ പറഞ്ഞ ഈ ഫ്രോണ്ടൽ ലോബ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസസ് നിങ്ങൾ കൊടുക്കുക. ചാൻസസ് കൊടുത്തില്ലെങ്കിൽ ഒരു ഏജ് കഴിയുമ്പോൾ അത് ഡെവലപ്പ് ആകും എന്ന് വിചാരിക്കരുത്. നിങ്ങൾ അതിനുള്ള സ്പേസ് കൊടുക്കാതെ അത് ഡെവലപ്പ് ആകില്ല. ഒരു 19 വയസ്സാകുമ്പോൾ, 20 വയസ്സാകുമ്പോൾ, 23, 25 ഡെവലപ്പ് ആകാം. പക്ഷേ അത് ഡെവലപ്പ് ആകാനുള്ള സ്പേസ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആകാം. ഇത് ഒരിക്കലും ഒരു ട്രെൻഡ് എന്ന രീതിയിൽ ഇതാണ് ലൈഫ്, 16 വയസ്സിൽ റിലേഷൻഷിപ്പ് ആകുന്നത് നോർമലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. നമ്മുടെ ടീനേജേഴ്സിന് ഇതല്ല, ഇതിൻ്റെ റിയാലിറ്റി ഇതാണെന്ന് മനസ്സിലാക്കണം എപ്പോഴും. അത് മനസ്സിലാക്കുകയും അങ്ങനെ ഒരു ടീനേജർ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കുക.